കോൺഗ്രസിലും ആം ആദ്മി പാർട്ടിയിലും പ്രതീക്ഷയർപ്പിച്ച് കേരളം. രൂപീകൃതമായി കേവലം 10 വർഷത്തിനുള്ളിൽ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം കൊടുക്കുന്ന ആം ആദ്മി പാർട്ടി രാജ്യത്തെ 2 സംസ്ഥാനങ്ങളുടെ ഭരണം ഇപ്പോൾ കൈപ്പിടിയിലൊതുക്കി വലിയ വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ദില്ലിക്ക് പുറമെ ഇപ്പോൾ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ലക്ഷ്യം കർണാടകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. ഈ അവസരത്തിൽ ദില്ലിക്ക് പുറമെ പഞ്ചാബിലും AAP നടത്തിയ വിജയത്തേരോട്ടം നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്കും നേതാക്കൾക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. അവരൊക്കെ ഇവിടെയും ആരെയോ ഭയപ്പെടുന്നത് പോലെ. പഞ്ചാബിലും ദില്ലിയിലും സംഭവിച്ചതുപോലെ നാളെ ഇവിടെയും സംഭവിക്കുമെന്ന് ഭയക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആളുകളും സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയെയും കേരളത്തിലെ സാബു ജേക്കബിന്റെ 2020യെയും ഒന്നിച്ചു ചേർത്ത് ആക്ഷേപിച്ചുകൊണ്ട് ഫേക്ക് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം ചില ആളുകൾ കേരളം മുഴുവൻ ആം ആദ്മി പാർട്ടി സജീവമാകണമെന്നും അവർ 2020യുമായി ചേർന്ന് 3 മുന്നണികൾക്കും ബദലായി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്നുവെന്നുള്ളതാണ് ഇതിൽ കാണേണ്ട ഒരു പ്രത്യേകത. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് ചെയ്യുന്നത് ആരോടും താല്പര്യമുണ്ടായിട്ടല്ല. അവരുടെ നിവൃത്തികേടുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ജനങ്ങളാണ് ഭൂരിഭാഗം കേരളീയരും. ഇവിടെ 2020 വന്നപ്പോൾ ഒരു മാറ്റം 2020ക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശക്തമായിട്ട് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എറണാകുളം ജില്ലയിൽ 2020 ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. മറ്റാരുടെയും ബാഹ്യമായ പിന്തുണയില്ലാതെയാണ് അവർ മത്സരിച്ചത് എന്നോർക്കണം. ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ആദ്യമായി ഒരു പഞ്ചായത്തിന്റെ ഭരണം ഇവർ കൈയാളി. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആദ്യം കിട്ടിയ കിഴക്കമ്പലം പഞ്ചായത്ത് കൂടാതെ മറ്റ് 4 പഞ്ചായത്തുകളിലെ കൂടി ഭരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ 2020 പിടിച്ചെടുത്തു. ഇപ്പോൾ എറണാകുളത്തെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായും അവർ മാറിക്കഴിഞ്ഞു. ഇന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. അവർ 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് 2020യിൽ കൂടിയാകണമെന്ന് ചിന്തിക്കുന്ന മലയാളികളും ഏറെയാണ്. ഇപ്പോൾ മാറ്റത്തിന്റെ കാലമാണ്. സോഷ്യൽ മീഡിയകളുടെ ഇടപെടലോടെ ചിന്തകൾക്കൊപ്പം പുതിയ ആശയങ്ങൾക്കും തീരുമാനങ്ങൾക്കും ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ കാലങ്ങളായി ഇടതു വലത് BJP പാർട്ടികളുടെ കീഴിൽ അഭയം കണ്ടെത്തിയിരിക്കുന്ന ഒരു ജനസമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത്തരം ചിന്തകൾ ഫലമണിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആം ആദ്മി എന്ന പാർട്ടിയുടെ ഉദയവും അതിൻ്റെ ദില്ലിയിലെയും പഞ്ചാബിലെയും പടയോട്ടവും. കുറച്ച് വൈകിയാണെങ്കിലും അത്തരമൊരു പടയോട്ടത്തിന് ഇങ്ങ് കേരളത്തിലെ 5 പഞ്ചായത്തുകളും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിച്ചുകൊണ്ടാണ് കിഴക്കമ്പലത്തെ 2020 എന്ന ജനകീയ കൂട്ടായ്മ തങ്ങളുടെ വിജയത്തേരോട്ടത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയെ ഭയക്കുന്നത് പോലെ 2020യും നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പേടി സ്വപ്നമാകുന്നത്. അഴിമതിക്കെതിരെ വികസനത്തിന് ഒരു വോട്ട് എന്ന ആം ആദ്മി പാർട്ടിയും 2020യും പറയുമ്പോൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് 2 പാർട്ടികളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങൾ ഇവരെ ഒന്നിച്ച് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം പേർ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ 2020യെ പിന്തുണയ്ക്കുന്നത്? അതിന് പ്രധാന കാരണം നിലവിലുള്ള കക്ഷി രാഷ്ട്രീയ പാർട്ടികളോടുള്ള വെറുപ്പ് തന്നെയാണ്. വികസനമില്ലായ്മ, അഴിമതി, മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ, വിലവർദ്ധനവ് തുടങ്ങിയ മറ്റ് കാരണങ്ങളും. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പുതിയ വ്യവസായ സ്ഥാപനങ്ങളോ ഇൻവെസ്റ്റേഴ്സോ ഒന്നും വരാത്തത്? കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു നിക്ഷേപകന് അനുയോജ്യമായിട്ടുള്ളതല്ല. നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ കുറവുണ്ട്, നമുക്ക് വികസനങ്ങളുടെ കുറവുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റ് രാജ്യങ്ങളെയുമാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ഇവിടെ മികച്ചൊരു ജീവിത നിലവാരം കെട്ടിപ്പടുത്താനും ഉള്ള അവസരം നിഷേധിക്കുന്ന പാർട്ടികളോടുള്ള ഒരു വിരോധമാണ് പൊതുവെ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതും കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ആം ആദ്മി പാർട്ടിയോടും 2020യോടും കാണിക്കുന്ന പരിഗണനയുടെ ഒരു കാരണമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് യുവാക്കളാണ് ഗ്രാജുവേറ്റായി പ്രൊഫഷണൽസായി വെളിയിൽ വരുന്നത്. പക്ഷേ ഇവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാക്കാത്തതിനാൽ അവർ കേരളത്തിന് പുറത്തു പോകേണ്ടി വരുന്നു. പുതിയ തലമുറ കക്ഷി രാഷ്ട്രീയ വൈര്യങ്ങളിൽ വെറുപ്പുള്ളവരാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് ആം ആദ്മി 2020 പോലുള്ള പാർട്ടികളോട് പ്രതിപത്തി തോന്നുന്നത്. പിന്നെ കേരളത്തിൽ ഏതു പാർട്ടി ഭരിച്ചാലും അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാണെന്നുള്ള കാര്യവും ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ അഴിമതിയില്ലാതെ വികസനമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകക്ഷികൾ എത്തിച്ചിരിക്കുന്നത്. അതിനെതിരെ കാര്യമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിനും ആവുന്നില്ല. ഇതും പൊതുസമൂഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആയതിനാൽ നിലവിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബദലായി ആം ആദ്മി പാർട്ടിയോ 2020യോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയോ വളർന്നു വരാൻ ജനം ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ രണ്ട് പാർട്ടികളും കൈകോർത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിനും ജനം കാതോർക്കുന്നു. അവഗണനയുടെ അങ്ങേയറ്റത്തു നിന്നും പ്രകാശത്തിലേക്കുള്ള പ്രതീക്ഷ പോലെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് 2020യും ആം ആദ്മി പാർട്ടിയും. ആയതിനാൽ തന്നെ പറയട്ടെ, ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന 2020ക്കും ആം ആദ്മി പാർട്ടിക്കുമെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും ക്യാമ്പയിൻ നടത്തുന്നവർ സ്വയം പരിഹാസ്യരാവുക മാത്രമാണ് ചെയ്യുന്നത്. അവർ എത്ര തടുക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക തന്നെ ചെയ്യും.